ഹായ് ഓൾ. ഇന്നലെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്ക് പോകുന്ന എൻ്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം എൻ്റെ ഒരു സ്ട്രാറ്റജി പ്രകാരം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകും. അപ്പോൾ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ മാർക്കറ്റ് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് മുകളിലേക്ക് പോയി. അതായത് നമ്മൾ ഒരു ലെവൽ പറഞ്ഞിരുന്നു 24,800 ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്നിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ 24,800 എത്തുമ്പോൾ ഞാൻ ഒരു ബൈ ചെയ്തു. താഴേക്ക് തന്നെ വന്ന മാർക്കറ്റ് 24,700 എത്തിയിട്ടാകുമ്പോൾ പിന്നെ വീണ്ടും തിരിച്ച് കയറാൻ വേണ്ടി പോയി. പക്ഷേ ഞാൻ അത്ര നിന്നില്ല. 24,700 തന്നെ ഞാൻ കട്ട് ചെയ്തു. എൻ്റെ കാൽക്കുലേഷൻ എന്തായത് വെച്ചെങ്കിൽ 24,700 താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു പിയും കൂടി പിന്നെ ബൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. രണ്ടാമതൊന്നും കൂടി റീബൈ ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ അതിന് സമയം കിട്ടിയിട്ട് മാർക്കറ്റ് നന്നായിട്ട് മുകളിലേക്ക് പോയി. അതായത് എൻ്റെ പ്ലാനിന് വിപരീതമായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തു. ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ട്രേഡ് എടുക്കാതിരിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തു? ആ സമയം ട്രേഡ് എടുക്കാതിരുന്നു. കാരണം എനിക്ക് ലെവലുകളില്ലായിരുന്നു കാര്യമായിട്ട്. പിന്നെ പക്ഷേ ഞാൻ ചെറിയ ട്രൈ ചെയ്യുന്നത് 24,800 വീണ്ടും എത്തിയിട്ടാകുമ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ട്രേഡും കൂടി എടുത്തു. സൈഡിലേക്ക് തന്നെയാണ് എടുത്തത്. പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു. ആദ്യത്തെ പ്രോഫിറ്റ് കിട്ടിയതുകൊണ്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്. സ്റ്റോപ്പ് ലോസ് അടിച്ചു. അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഏകദേശം ലോട്ടിന് 1,500 രൂപയോളം ലാഭമുണ്ട്. ആ ലാഭം കിട്ടിയിട്ടുണ്ട് ആ ട്രേഡിൽ. പക്ഷേ എൻ്റെ വ്യൂ തെറ്റായിരുന്നു. മാർക്കറ്റിനെ കുറിച്ചുള്ള എൻ്റെ വ്യൂ രാവിലെ കുറച്ച് ശരിയായിരുന്നുവെങ്കിലും ഓൾ റൗണ്ട് ഇന്നത്തെ വ്യൂ എൻ്റെത് തെറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ട്രേഡുകളൊന്നും ഞാൻ എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല. ചെറിയ ടോട്ടൽ ട്രേഡ് എടുത്തത്. പിന്നെ ഇന്നത്തെ വീക്കിലി പൊസിഷൻ ഞാൻ എടുത്തിട്ടില്ല. കാരണം വെച്ചാൽ മാർക്കറ്റ് 24,700 താഴെ പോയാൽ മാത്രം കോൾ സൈഡ് മാത്രം സെല്ല് ചെയ്യാമെന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ 700 താഴേക്ക് പോയില്ല. 700 650 താഴെ പോകണമെങ്കിൽ ഞാൻ വീക്കിലി പൊസിഷൻ എടുക്കുന്നുള്ളൂ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ 650 താഴേക്ക് മാർക്കറ്റ് പോയില്ല. നേരെ മുകളിലേക്കാണ് പോയത്. നല്ലൊരു അപ് ട്രെൻഡ് കാണിച്ചിരുന്നു. നല്ലതല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അപ് ട്രെൻഡ് കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി വീക്കിലി പൊസിഷൻ എടുത്തില്ല. അപ്പോൾ നാളെ കൊടുത്ത ട്രേഡും കൂടെ നാളെ ഇവിടെ ഓപ്പൺ ആവുന്നതെന്നൊക്കെ നോക്കിയിട്ട് ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം നോക്കിയിട്ട് നാളെ വേണമെങ്കിൽ വീക്കിലി പൊസിഷൻ എടുക്കുക. ഇല്ലെങ്കിൽ ഈ ആഴ്ച വീക്കിലി പൊസിഷൻ ഒഴിവാക്കാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഇടയിൽ ചെറിയ പ്രോഫിറ്റ് തന്നെ ഭാഗ്യം കൊണ്ട് ഇന്ന് കഴിഞ്ഞത്. കാരണം നല്ലൊരു ഡൗൺ സൈഡ് ആദ്യം കിട്ടിയത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ഇന്ന് ലോസിൽ ഇറങ്ങേണ്ടതായിരുന്നു. പിന്നെ ഇതിപ്പോൾ നാളത്തെ ലെവൽ, അതായത് നാളെ ഇപ്പോൾ ഞാൻ നോക്കുന്ന മെയിൻ ലെവൽ വെച്ചെങ്കിൽ ഇപ്പോൾ അവസാനം ഒരു കൺസോൾട്ടേഷൻ ചെയ്തിട്ടുണ്ടല്ലോ മാർക്കറ്റ്. അവസാനം കുറേ സമയം കൺസോൾട്ടേഷൻ ചെയ്തിട്ടുണ്ട്. ആ കൺസോൾട്ടേഷൻ ചെയ്ത സ്ഥലത്താണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ആ ഇന്നത്തെ ഡേ ഹൈ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു 25,100 വരെ അല്ലെ 25,050 വരെ 25,100 വരെ മാർക്കറ്റ് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പ് സൈഡിലേക്ക്. ഡൗൺ സൈഡിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 24,800 സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. 24,800 സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മാർക്കറ്റ് വീണ്ടും പോകുക. അതായത് 24,800 താഴെ ഒരു ലെവൽ നോക്കി നോക്കാം. 25,50 25,100 ആ ലെവലൊരു അപ്പ് സൈഡിലും ഒരു റെസിസ്റ്റൻസ് നോക്കി നോക്കാം. ഇതിനടുത്തൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ അതായത് ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 25,50 25,050 25,100 ആ റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. കാരണം താഴേക്ക് കുറച്ച് വരാനുള്ള സാധ്യതയുണ്ട്. 25,000 വരെയെങ്കിലും വരും. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ലൊരു പ്രീമിയം നമുക്ക് കിട്ടും, അപ്പ് സൈഡ് കിട്ടും. അത് ആ ട്രേഡ് എടുക്കാം. അല്ല ഡൗൺ സൈഡിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ കോൾ സൈഡിലേക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. കാരണം നാളെ ട്രേഡ് എടുക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കണം. അമേരിക്കൻ മാർക്കറ്റൊക്കെ ഇപ്പോൾ എങ്ങനെ ക്ലോസ് ചെയ്തത്, പിന്നെ SGX നിഫ്റ്റി ഉണ്ട്, നമ്മളെ നിഫ്റ്റി അതൊക്കെ എങ്ങനെയാണ് ട്രേഡ് ചെയ്തത്, അതൊക്കെ പോസിറ്റീവിലായത് മറ്റു മൊത്തം ഒരു അതായത് നമുക്ക് ചില ഇത് ഗ്ലോബൽ മാർക്കറ്റ് വന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും. അതിൽ നമ്മൾ ഗ്രീനിൽ കാണുന്നതൊക്കെ അതായത് ആ സമയത്ത് വർക്ക് ചെയ്യുന്ന മാർക്കറ്റൊക്കെ എങ്ങനെയാണ് ഗ്രീനിലാണോ റെഡിലാണോ നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്കതിൽ. അത് വെച്ചിട്ട് അതും കൂടി ആലോചിച്ചിട്ട് വേണം നിങ്ങൾ നാളത്തെ ട്രേഡ് എടുക്കാൻ വേണ്ടി. അപ്പോൾ അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ മറ്റേ മാർക്കറ്റൊക്കെ നോക്കിയിട്ട് എങ്ങനെ ക്ലോസ് ചെയ്ത് എന്നുള്ളത് നോക്കിയാൽ ചെറിയൊരു വീഡിയോ രാവിലെ ഇട്ട് തരാം. അതും കൂടി നോക്കിയിട്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമുക്ക് ട്രേഡ് എടുക്കണം. പ്രധാനപ്പെട്ട ലെവലുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചോ. 24,800 ഇൻട്രാഡേക്കുള്ള ലെവലാണ്. 24,800 24,700 ഡൗൺ സൈഡിലേക്കുള്ള 2 സപ്പോർട്ടുണ്ട്. മുകളിലേക്ക് ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 25,50 മുതൽ 25,100 വരെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. നല്ല ന്യൂസ് എന്തെങ്കിലും വന്നാൽ മാർക്കറ്റ് അടിച്ചു പോകും. അത് ആ സമയത്ത് ഈ ലെവലുകൾക്കൊന്നും ഒരു ബാധകമല്ല. നല്ല ന്യൂസുകളും കൂടി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ എല്ലായിടത്തെയും കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം. അതായത് ഇപ്പോൾ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടോ, അഥവാ ഗ്ലോബലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതായത് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ. ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഇഷ്യൂ ആണുള്ളത്, ആ ഇഷ്യൂവിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കണം മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ അങ്ങനെ അത് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് മാർക്കറ്റിൽ നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നമ്മളെ വ്യൂവിന് ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഇതുപോലെ നമ്മളെ വ്യൂ തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രേഡ് എടുക്കാതിരിക്കാൻ പറ്റും. ചെറിയ പ്രോഫിറ്റിൽ ഇറങ്ങാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇതാ നിങ്ങൾ നാളെ ശ്രദ്ധിക്കേണ്ടത്. ലെവലുകൾ ഒന്നുകൂടി പറഞ്ഞുതരാം. 25,100 24 അതായത് ഇന്നത്തെ ഡേ ഹൈ, പിന്നെ 24,800 24,700 താഴേക്ക്. ഈ ലെവലുകൾ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. ഈ ലെവലിലെത്തും മാർക്കറ്റ് എന്തായാലും ഒന്ന് റിയാക്ട് ചെയ്യാതിരിക്കില്ല. ബാക്കി ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ എങ്ങനെ ഓപ്പൺ ആകുമെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് താഴേക്ക് മുകളിലേക്ക് നിങ്ങൾ ട്രേഡ് എടുത്താൽ മതി.
ഓക്കെ, നമുക്ക് ഒരു വീഡിയോ രാവിലെ ഇടാം. ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് രാവിലെ ഒരു വീഡിയോ കൂടി ഇടാം. അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് ട്രേഡിന് ഇറങ്ങി നോക്ക്. ഓക്കെ.